ഇന്ന് ജൂലൈ മാസം 14 തീയതിയാണ്. ഈ നല്ല ദിവസത്തിൽ എല്ലാ പ്രേക്ഷകർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനവും ശുഭദിനാശംസകളും നേരുന്നു. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി നാം തിരഞ്ഞെടുത്തിട്ടുള്ളത് യോശുവയുടെ പുസ്തകം 4-ാമത്തെ അധ്യായമാണ്. ഈ അധ്യായത്തിൽ ജനം യോർദാൻ വിഭാഗിച്ച് അക്കരെ കിടക്കുന്നതായിരിക്കുന്ന സംഭവമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. യോർദാനെ വിഭാഗിച്ചത് യോശുവയല്ല, പുരോഹിതന്മാരുമല്ല, അത് ദൈവമാണ്. ദൈവം ഒരു വാക്ക് പറഞ്ഞിരുന്നു. പെട്ടകം വഹിക്കുന്നതായിരിക്കുന്ന പുരോഹിതന്മാരുടെ കാൽ വെള്ളത്തിൽ മുങ്ങുമ്പോൾ യോർദാൻ മേലിൽ നിന്ന് ഒഴുകി വരുന്നതായിരിക്കുന്ന വെള്ളം മല പോലെ അവിടെ നിൽക്കും, താഴേക്കുള്ള വെള്ളം അങ്ങ് ഒഴുകിപ്പോകും. അങ്ങനെ ഉണങ്ങിയ നിലത്തുകൂടെ അക്കരയ്ക്ക് കിടക്കുവാനായിട്ടിടയാകും. ജനം വേഗം മറുകര കടന്നു എന്നാണ് പ്രസ്താവന. എനിക്ക് ആ പ്രസ്താവന ഇഷ്ടമാണ്. ജനം വേഗം മറുകര കടന്നു. ദൈവം വിഭജിച്ച യോർദാൻ എന്നും അങ്ങനെ നിൽക്കയില്ല. ദൈവമാണ് ഇതിനെ നിർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് കുറച്ചൊക്കെ കഴിയാം. ഒരുപക്ഷെ നമുക്ക് കുറച്ച് മീനുമൊക്കെ പിടിച്ചിട്ട് പോകാം. യോർദാൻ നദി മീൻ കാണും. ഒരു ഭാഗത്തെ വെള്ളം താഴേക്ക് ഒഴുകിയപ്പോൾ അവിടെ മത്സ്യമൊക്കെ കാണും. അതിനവരൊരുക്കിയില്ല. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, സുനാമി ശ്രീലങ്കയിൽ വന്നതായിരിക്കുന്ന സമയം. സുനാമി വന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ ശ്രീലങ്കയിൽ പോയിരുന്നു. അപ്പോൾ ഒരാളെന്നോട് പറഞ്ഞത്, ഒരു ഭവനത്തിലെ 7 പേരോ 8 പേരോ ഉള്ള ഒരു ഭവനത്തിലെ അംഗങ്ങൾ മരിച്ചതായിരിക്കുന്ന ചരിത്രം പറയുകയുണ്ടായി. അവർ പറഞ്ഞു, സുനാമി അടിച്ച് വെള്ളം കരയ്ക്കേക്ക് കയറിയപ്പോൾ ധാരാളം മത്സ്യങ്ങൾ ആ വെള്ളത്തിൽ വന്നു. ആ വെള്ളം തിരികെ പോകുന്ന സമയത്ത് ഈ മത്സ്യങ്ങളും വെള്ളത്തിൻ്റെ കൂടെ ഒഴുകിപ്പോയി. അപ്പോൾ ആ കുറേ ആളുകൾ എന്ത് ചെയ്തു, ഒരു കുടുംബത്തിലെ ചില ആളുകൾ ഈ കരയ്ക്കേക്ക് വന്നതായിരിക്കുന്ന മത്സ്യം പിടിക്കാനായിട്ട് അവർ അങ്ങനെ ഒരുങ്ങി. അങ്ങനെ പിടിച്ച് വന്നപ്പോൾ എന്ത് ചെയ്തു, സുനാമിയുടെ വെള്ളം തിരിച്ച് അതേ വേഗത്തിൽ കടലിലേക്ക് പോവുകയും അവരെല്ലാവരും കടൽ മുങ്ങിച്ചാവുകയും ചെയ്തു. എവിടെ അവർക്ക് അബദ്ധം പറ്റിയത്? സുനാമി ദൈവം കൊണ്ടുവന്നതാണ്. അതുവഴി കൊണ്ടുവന്നതായിരിക്കുന്ന മത്സ്യത്തെ സാവധാനം പിടിച്ചിട്ട് പോകാമെന്ന് വെച്ചാൽ സാധിക്കില്ല. വേഗം മറുകര കിടക്കണമെന്ന് പറഞ്ഞാൽ വേഗം മറുകര കിടക്കണം. ജനത്തിന് മറുകര കിടക്കുവാൻ ആവശ്യമായ സമയം ദൈവം നൽകും. എന്നാൽ അത് കഴിഞ്ഞാൽ വെള്ളം തിരികെ ചേരും. അതിനു മുൻപ് അവർ മറുകര കടന്നിരിക്കണം. ദൈവകൃപയെയും ശക്തിയെയും പരിപാടികളെയും നാം ഗൗരവമായി എടുക്കണം. സാവധാനത്തിലുള്ള നമ്മുടെ ശീലം, ടേക്കൺ ഫോർ ഗ്രാൻറ്റഡ് എന്ന് പറയില്ലേ, ദൈവിക പരിപാടികൾക്ക് തടസ്സമാകരുത്. ദൈവം നൽകുന്ന അവസരങ്ങൾ തക്കത്തിൽ തന്നെ ഉപയോഗിക്കണം. വെള്ളം തിരികെ ചേരും മുൻപ് മറുകര കിടക്കണം, ഇല്ലെങ്കിൽ നാം വെള്ളത്തിലൊഴുകി പോകും. ദൈവത്തിൻ്റെ ഔദാര്യത്തെ നിത്യമെന്ന് കരുതരുത്. നമ്മുടെ കാര്യങ്ങൾ നമ്മുടെ സ്പീഡിൽ ചെയ്തു തീർക്കുന്നത് വരെ ദൈവം വെള്ളത്തെ അങ്ങനെ ഹോൾഡ് ചെയ്ത് നിർത്തും എന്നും വിചാരിക്കരുത്. ദൈവം നൽകിയ കൽപ്പനകളെ നമ്മുടെ സ്പീഡിലല്ല, ദൈവത്തിൻ്റെ സ്പീഡിൽ ചെയ്താൽ നാം രക്ഷപ്പെടും. ദൈവം സമയത്തിനും സാധനത്തിനും വിലയും അതിരുകളും കൽപ്പിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് നമുക്ക് നമ്മുടേതായിരിക്കുന്ന സ്പീഡിൽ കാര്യങ്ങൾ ചെയ്യുവാൻ അനുവാദമില്ല. ഇന്നത്തെ വലിയൊരു പ്രശ്നമെന്ന് പറയുന്നത് മനുഷ്യൻ ദൈവത്തിൻ്റെ ഔദാര്യത്തെ ഗൗരവമായി എടുക്കുന്നില്ല എന്നുള്ളതാണ്. പെസഹ കുഞ്ഞാടിൻ്റെ രക്തത്താൽ ലഭിച്ച വിടുതൽ സ്വായത്തമാക്കുവാൻ ജനം തിടുക്കത്തിലെല്ലാം ചെയ്യേണ്ടതുണ്ടായിരുന്നു. അങ്ങനെ പറഞ്ഞത്, കാലിൽ ചെരുപ്പും കയ്യിൽ വടിയുമായി പെസഹ തിന്നണം. കാരണം അർദ്ധരാത്രി കഴിഞ്ഞാലൂടെ ജനം പുറപ്പെടണം, ധൃതിയായി തന്നെ പുറപ്പെടണം. അതുകൊണ്ട് തന്നെ ദൈവം ചെങ്കടൽ വിഭാഗിച്ചപ്പോൾ തകൃതിയായി അക്കരയ്ക്ക് കിടക്കണം. ചെങ്കടലിൻ്റെ അടിയിൽ കണ്ട മത്സ്യത്തെയൊന്നും പിടിക്കാൻ അപ്പോൾ നേരമില്ല. സുനാമി അടിച്ചു വരുന്ന സമയത്ത് ചില ആളുകൾ അതിനൊരുങ്ങിയതാണ് അവർക്ക് ആപത്തിന് പറ്റിയത്. അങ്ങനെ ചെയ്യുവാൻ അനുവാദമില്ല. ലോകത്തിൻ്റെ ഭാര്യ ഓടി രക്ഷപ്പെടുവാനാണ് ദൈവം പറഞ്ഞത്. പക്ഷേ അവൾ മെല്ലെ പോയി. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ഉപ്പുതുണായിട്ട് അവൾ മാറി. ദൈവം നമുക്ക് അനുവദിച്ചു തന്നതായിരിക്കുന്ന സമയമൊന്നും നീട്ടിത്തരികയില്ല. നാം ആ സമയത്തിനുള്ളിൽ നമുക്ക് ചെയ്യുവാനുള്ള ചെയ്തു തീർക്കണം. ചെയ്തു തീർക്കാമെന്ന് ദൈവത്തിന് അറിയാവുന്നത് കൊണ്ടാണ് ദൈവം അത്രയും സമയം നമുക്ക് തരുന്നത്. അപ്പോൾ മുൻപോട്ട് പോകേണ്ടിടത്ത് പുറകോട്ട് നോക്കിയാൽ അത് ആപത്താണ്. സമയത്തിൻ്റെയും സാഹചര്യത്തിൻ്റെയും പ്രാധാന്യം നോക്കി നാം പ്രവർത്തിക്കേണ്ടതാണ്. ആത്മീകമായ ധൃതി നന്നാണെന്ന് ഞാൻ പറയട്ടെ, മറിച്ച് ആത്മീകമായ അലസതയേറെ ആപത്താണ്. ദൈവിക കാര്യങ്ങൾ ചെയ്യുന്നതിൽ ധൃതിയായുള്ളവരായിട്ട് നമുക്ക് എപ്പോഴും ഇരിക്കാം. അങ്ങനെ നാം ഇരിക്കണം. ധൃതിയായി വേഗത്തിൽ കിടക്കുക എന്ന് പറഞ്ഞാൽ വേഗത്തിൽ കിടക്കണം. സാവധാനം പോവുക എന്ന് പറഞ്ഞാൽ സാവധാനം പോകാം. ദൈവത്തിൻ്റെ പരിപാടികളൊന്നും സാവധാനമല്ല, അതൊക്കെ വേഗത്തിൽ തന്നെയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ,
നാമും വേഗത്തിൽ മറുകര കിടക്കേണ്ടവരാണ്. ഈ ഭൂമിയിലെ ജീവിതം അവസാനിപ്പിച്ച കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കുന്ന സ്ഥലത്തേക്ക് നാം പോകേണ്ടവരാണ്. അത് നാം അല്പം ദീർഘത്തിൽ ചെയ്യണം. നമുക്ക് ടേക്ക് ഇറ്റ് ഈസി ആയിട്ട് പോകാൻ സാധിക്കുകയില്ല. നമ്മുടെ ദൗത്യത്തിൻ്റെ പ്രാധാന്യവും സമയത്തിൻ്റെ പ്രാധാന്യവും മനസ്സിലാക്കി ദൈവത്തിൻ്റെ ഇഷ്ടം തകൃതിയായി ചെയ്യുവാൻ വലിയവനായ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.